ഇതിന് 5 വർഷമോ 10 വർഷമോ കാത്തുക്കണ്ടില്ലല്ലോ. അതാണ് ജനങ്ങൾ ഏറ്റുപിടിച്ച് അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. ഒരു സംശയത്തിലും 3ാം തവണയും ഇടതുപക്ഷം മുന്നേ പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പ്രചരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുന്ന കാഴ്ചയാണ്. സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും സജീവമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. എപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലം കൂടിയാണ് വടകര. ഇത്തവണ വടകരയിൽ മത്സരം വലിയ പോരാട്ടം തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ LDFനായി ഇത്തവണ വടകരയിൽ നിന്നും പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് MK ഭാസ്കരനാണ്. സ്ഥാനാർത്ഥി നമുക്കൊപ്പമുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ പ്രചരണങ്ങൾക്കിടയിൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു മറുപടി? ജനങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി വടകര മണ്ഡലത്തിൽ വികസനം കാര്യമായി നടന്നില്ല. വികസനം മുരടിപ്പ് എന്ന് തന്നെ പറയാം. അതിൻ്റെ പ്രയാസങ്ങൾ ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 തവണയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം എത്തിച്ചേരാൻ കഴിയാത്ത ഒരു മണ്ഡലമാണ് വടകര. തീർച്ചയായും അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ വടകര മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു അഭിപ്രായം രൂപപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ 5 വർഷമായി വികസനം എത്തിയില്ല വടകരയിൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം മറുഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം, 5 വർഷം മാത്രമാണ് KK രമ MLA ആയിട്ട് ഇവിടെ വന്നത്. അതിനു മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ MLAമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലമായി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. അപ്പോൾ വികസനം എത്തിയില്ല എന്ന് പറയുന്നത് കേവലം 5 വർഷത്തിൻ്റെ മാത്രം കാര്യമാണോ? അല്ല. ഞാൻ പര്യടന വേളയിൽ ചോമ്പാൽ ഹാർബർ സന്ദർശിക്കുകയുണ്ടായി. ഹാർബറിൻ്റെ ദുരിതം 5 വർഷത്തിനുള്ളിൽ തന്നെ മാറ്റാവുന്നതാണ് ഇടപെടൽ കൊണ്ട്. അവിടെ ആവശ്യത്തിന് ലൈറ്റില്ല, നല്ല റോഡില്ല, ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നു, പ്രാഥമിക സൗകര്യങ്ങൾ പോലുമില്ല. അവിടെ 1000-ഓളം തൊഴിലാളികൾ, മത്സ്യബന്ധന തൊഴിലാളികളും മത്സ്യവിതരണ തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ജോലി ചെയ്യുന്ന ഈ സെൻറ്ററിൽ അസുഖം വന്നാൽ ചികിത്സിക്കാനും പോലുള്ള സൗകര്യമില്ല. ഇതെല്ലാം 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഓരോ വർഷവും അത് കൂടാതെ ഈ പുളിമൂടിൽ മണ്ണ് വന്ന് നികഞ്ഞ് ബോട്ടെടുക്കാൻ കഴിയാത്ത രൂപത്തിലായിരിക്കുന്നു. ഓരോ വർഷവും നീക്കം ചെയ്യുന്ന രൂപത്തിലാണ് ഈ ക്രമീകരണം നേരത്തെ ഉണ്ടായത്. 5 വർഷം കൊണ്ട് നീക്കിയാൽ ആ പ്രശ്നം തീരുമില്ലേ? 5 വർഷം കൊണ്ട് പ്രാഥമിക സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ പ്രശ്നം തീരില്ലേ? ഒരു നല്ല റോഡ് പണിത് കൊടുത്താൽ ആ പ്രശ്നം തീരില്ലേ? ഇതിന് 5 വർഷമോ 10 വർഷമോ കാത്തുക്കണ്ടില്ലല്ലോ. അതാണ് ജനങ്ങൾ ഏറ്റുപിടിച്ച് അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ MLAയോട് ചോദിക്കുമ്പോൾ MLA പറയുന്നത് ഈ 5 വർഷം MLAക്ക് വലിയ രീതിയിലുള്ള ഒരു അവഗണനയാണ് LDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് വടകരയെ കാര്യമായി ബാധിച്ചു എന്നും പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, 1000 കോടിയിലധികം വികസന പ്രവർത്തനങ്ങൾ സമീപ മണ്ഡലങ്ങളിൽ ചെയ്തു എന്നാണ് അതാത് MLAമാർ വളരെ വ്യക്തമായി കണക്ക് നിരത്തി വെച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് 180 കോടിയുടെ വികസനമൊക്കെ നടത്തിയെന്നാണ്. അപ്പോൾ ഇത്ര കോടിയുടെ വികസനത്തിന് കുറവാണ്. ഇതൊക്കെ സാധാരണ ജനങ്ങൾ അറിയുന്നില്ലേ, വോട്ടർമാർ അറിയുന്നില്ലേ? അപ്പോൾ അവരെന്ത് UDF എന്ത് ന്യായീകരണം കണ്ടെത്തിയാലും വസ്തുത ഇതാണല്ലോ. അതുകൊണ്ടാണല്ലോ UDFന് മേൽക്കൈ നേടിയിട്ടുള്ളൊരു മണ്ഡലത്തിൽ ഈ രൂപത്തിലുള്ള അനുകൂല അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പോൾ ഭാസ്കരേട്ടനെ സംബന്ധിച്ച് ഏറാമല പഞ്ചായത്തിൻ്റെ ഭരണ സാരഥിയായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവ കരുത്തായിട്ടാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു 5 വർഷം വടകരയിൽ വിജയിക്കുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും ഉണ്ടാവുക? വടകരയിലെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ആളുകളുടെ യോഗം വെച്ച് കൂട്ടും. ജനപ്രതിനിധികളുടെയും വികസന കാര്യത്തിൽ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെയും വെച്ച് കൂട്ടും. ഓരോ മേഖലയിലും ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു രൂപമുണ്ടാകും. അത് വലിയൊരു സമയബന്ധിതമായ ഒരു കാലത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് അതിന് ഓരോന്നിനായി പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ചിലപ്പോൾ എല്ലാം നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല, വൻകിട പ്രോജക്റ്റ് നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അതിന് തുടങ്ങി വെക്കാനും ഓരോന്നോരോന്നായി സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കഴിയുന്നൊരു പ്ലാനിങ് ഉണ്ടാവണം. ആ പ്ലാനിങ് ഞാൻ കഴിഞ്ഞ 15 വർഷം പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്നപ്പോഴും അതിനുശേഷം ബ്ലോക്കിൽ വന്നപ്പോഴൊക്കെ
ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് പല പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഒരു മോഡലായി മാറിയിട്ടൊരു പഞ്ചായത്താണ് ഏറാമല വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. അതുപോലെ കുടിവെള്ള പദ്ധതിയുടെ കാര്യത്തിൽ ഞാൻ 95 പ്രസിഡൻ്റായിരുന്ന സമയത്താണ് കുടിവെള്ള പദ്ധതിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നടപടികൾ ആരംഭിച്ചത്. ഇപ്പം 20 പദ്ധതികൾ ഏറാമല പഞ്ചായത്തിലുണ്ട്. 1000-ലധികം കുടുംബങ്ങൾക്ക് വെള്ളം അതിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. 31 വർഷമായി അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വേസ്റ്റിൻ്റെ പ്രശ്നം ഏതൊരു ലോക്കൽ ബോഡി ഗവൺമെൻറ് തന്നെയും അറിയാമല്ലോ. ഞെളിയൻ പറമ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഓർക്കാട്ടി ടൗണിൽ നിന്ന് ദിവസവും പുറന്തള്ളുന്ന വേസ്റ്റ് എന്ന് പറയുന്ന 3.5 ടണ്ണോളമാണ്. അത് കൊണ്ടുപോയി ഞങ്ങളുടെ പ്ലാന്റിൽ നിന്ന് സംസ്കരിച്ച് ഏറ്റവും നല്ല ജൈവവളമാക്കി മാറ്റിയിരിക്കുന്നു. അത് ഏറാമല സർവീസ് സഹകരണ ബാങ്ക് വിൽപ്പന തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. വേസ്റ്റ് വളമാക്കി മാറ്റുന്നു. അപ്പോൾ അത് വളം കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നു, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നു, തൊഴിലാളികൾക്ക് അതിൻ്റെ കൂലി കിട്ടുന്നു. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇല്ലാതായി മാറിക്കുന്നത്. അങ്ങനെയുള്ള കാഴ്ചപ്പാടോടുകൂടി വടകര മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണോ വികസനം, ഇപ്പോൾ കളരിയുടെയും അതുപോലെ തന്നെ ആയുധമുറയുടെയും പേര് കേട്ട സ്ഥലമാണ് വടകര. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ആ വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ ഒത്തുകൂടി അതിന് പരിഹാരം കാണും. ഇപ്പോൾ മറപ്പള്ളി കോളേജ് നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഞാൻ കുറച്ച് ദിവസം അവിടെ പോയിരുന്നു. കോളേജിൻ്റെയും ചെയർമാനൊക്കെ സംസാരിച്ച് അവർക്ക് പുതിയ കോഴ്സുകൾ വേണം, അവർക്ക് ചുറ്റുമതിൽ വേണം. അസ്ഥിവഞ്ചരമായി കിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ആരും ഉപയോഗിക്കുന്നില്ല. കെട്ടിടത്തിൻ്റെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നമ്പർ ചെയ്യുക ഒരു കെട്ടിടത്തിനും, നിങ്ങളുടെ നമ്പർ കൊടുക്കുക 1, 2, 3. എന്നിട്ട് പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ എത്രത്തോളം പഴക്കമുണ്ടെന്ന് കോളേജ് രജിസ്റ്റർ ആസ്തി രജിസ്റ്റർ ഉണ്ടാവും. അത് കണ്ടുപിടിക്കുക, ഡിമോളിഷ് ചെയ്യേണ്ടത് ഡിമോളിഷ് ചെയ്യുക, സൗകര്യം ഉപയോഗിച്ച് മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടത് അങ്ങനെ ചെയ്യാം. എല്ലാം ഒരു MLA ഫണ്ട് കൊണ്ട് ചെയ്യണമെന്നില്ല. മറ്റ് ഫണ്ടുകൾ തേടാൻ DPR തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. നമ്മളെല്ലാം ജനങ്ങളെ വീട്ടിൽ കൂടി ജനങ്ങളിൽ ഈ കാര്യങ്ങൾ പറയുക, ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി, ഇന്ന വിഷയത്തിൽ ഇങ്ങനെയാണ്. അത് ജനങ്ങളോട് പറഞ്ഞാൽ പരിഹാരം കണ്ടെത്താൻ വലിയൊരു ഒരു ശ്രമവും പിന്തുണയും ജനങ്ങളിൽ നിന്നുണ്ടാകും. അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുക. അല്ലാതെ ഒറ്റക്കൊരു MLA വിചാരിച്ചാലൊന്നും നടക്കും. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ കൂടി LDF പിന്നിലുണ്ട്. LDF ആണ് വികസനത്തിൻ്റെ ദിശാബോധം നൽകുന്നത്. വ്യക്തമായ കാഴ്ചപ്പാട് LDF-നുണ്ട്. വടകര എങ്ങനെയായിരിക്കണമെന്ന് LDF പിന്നെ മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഒരു രീതിക്കനുസരിച്ച് കൊണ്ടുപോകാൻ MLA തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഞാൻ ശ്രമിക്കും. എല്ലാ വിഭാഗത്തെയും വികസനത്തിന് അല്ലെങ്കിൽ ജനപ്രതിയാൽ അങ്ങനെ ഇല്ലല്ലോ, മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ വിഭാഗത്തെയും ഞാൻ ഏറാമലയിൽ പ്രസിഡൻ്റായപ്പോൾ നീതിപൂർവമായ വിതരണമാണ്, ഫണ്ടിൻ്റെ വിതരണം നടത്തിയിട്ടുള്ളത്. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റേ പാർട്ടി അല്ലെങ്കിൽ ഇന്ന പാർട്ടി ഇന്ന പഠിച്ചില്ല, എല്ലാം ജനപ്രതി എന്നവർക്ക് എല്ലാവരുടെയും ആളാണ്. ആ നിലക്കൊരു വിതരണവും കാര്യങ്ങളും ചർച്ചയും കൂട്ടായ്മയും ചേർത്ത് പിടിക്കലും എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അപ്പോൾ വടകരയിൽ ഇത്തവണ മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. കേരളം ഇത്തവണ ഭരണം തുടരുമോ മാറുമോ? പക്ഷെ മുന്നേ പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം തുടരുമ്പോൾ വടകരയിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരുമുള്ളത്. വലിയ ആവേശത്തോടെ പ്രചരണം തുടരുകയാണ്. അപ്പോൾ എന്തായാലും ആശംസകൾ നേരുന്നു, ജയിച്ചു വരട്ടെ. ഒപ്പം ജനങ്ങൾക്ക് കാവലാളായി ഉണ്ടാവാൻ സാധിക്കും. ഇതുപോലെ നല്ല സുന്ദരിയായിരിക്കണം. അപ്പോ കല്യാണ പെണ്ണോ? അത് ചിറ്റപ്പന്റെ ഇഷ്ടം. ഇത് മതിയോ? ചിറ്റപ്പ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ്.